ഒരുപോലെയുള്ള പല സാധനങ്ങൾ പല സൈസിൽ കിട്ടുമെന്ന് പറയാറില്ലേ? അല്ല, പറയാറില്ലേ എന്നല്ല, കിട്ടാറുണ്ടല്ലോ. അതായത് ഈ സ്മോള്, മീഡിയം, ലാർജ് എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്തു വെക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു കെട്ടിപ്പറക്കലിന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ മനസ്സിലായത് എൻ്റെ കയ്യിലും ഉണ്ടോ ഇതേപോലത്തെ സാധനങ്ങൾ, പല വിധത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ. അങ്ങനെ എന്താ ചെയ്യുക? നമുക്കിനി വേറെ ഓപ്ഷൻ ഇല്ല. കയ്യിലുള്ളതെല്ലാം എടുത്തു പിറക്കി വെച്ച് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ മെല്ലെ മെല്ലെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മൂഡ് ഔട്ടായിരിക്കുമ്പം ഉപയോഗിക്കുന്നത്, അങ്ങനെ പല പല തരത്തിലുള്ള സാധനങ്ങളുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭ്രാന്താണെന്ന് തോന്നിയേക്കാം, പക്ഷേ ചെറുതായിട്ട് അതുപോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ദേ, ഈ ഒരു ബുക്ക് കണ്ടില്ലേ? ഇത് കുറച്ച് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കുറിക്കാനും ഒരു കുഞ്ഞു കഥ എഴുതാനൊക്കെ ഉള്ളതാ. ഇത് മൂഡ് നന്നായിട്ടിരിക്കുമ്പം കഥ എഴുതാനൊക്കെ ആയിട്ടുള്ള ബുക്ക്. ഇനി പറഞ്ഞില്ലേ പല സൈസിലുള്ളതുണ്ടെന്ന്, അതേപോലെ ദേ ഇതൊരു കുഞ്ഞി വരയ്ക്കുന്ന ഒരു ബുക്ക് കേട്ടോ. അതേപോലെ തന്നെ അതിന് കുറച്ച് വലുപ്പത്തിലുള്ള വേറൊരു സാധനമുണ്ട്. അതിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം. വരയ്ക്കോ ജേർണലിംഗ് ചെയ്യോ എന്ത് വേണേലും ചെയ്യാം. പിന്നെ ദേ ഇതെൻ്റെ പ്രിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതി വെക്കുന്നത്. പിന്നെ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് വലിപ്പം കൂടിയ ചിത്രം വരയ്ക്കുന്നൊരു പുസ്തകം. പിന്നെന്താ, നമ്മൾ നേരത്തെ വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ വായിച്ചു തീർന്നതും വായിക്കാനുള്ളതും വായിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയായ കുറേ പുസ്തകങ്ങൾ അതും കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തു പിറക്കി ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വേഗം പോകാം. ഈ മുകളിലിരിക്കുന്ന പുസ്തകം കണ്ടില്ലേ? ഇത് നമുക്ക് ഓഫീസിൽ നിന്ന് വിമൻസ് ഡേക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.